കുറുവ കവർച്ചാ സംഘം. ഏറെ അപകടകാരികളായ ഒരു സംഘം കവർച്ചക്കാർ. എന്താണ് അവരെ ഇത്ര ഭയക്കുന്നത്? എന്താണ് അവരുടെ ഒരു രീതി? കാലാകാലങ്ങളായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കവർച്ചക്കാരാണ്, അല്ലെങ്കിൽ ഒരു കവർച്ചാ സംഘമാണ് കുറുവ എന്ന് പറയുന്നത്. കുറുവ എന്ന വാക്കിനർത്ഥം തന്നെ ഏറെ ശക്തരായ ഒരു സംഘം എന്നാണ്. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് കുറുവ സംഘം എന്ന് പേര് നൽകിയത്. 100-ലധികം ആളുകളുള്ള ഒരു സംഘം. 19 മുതൽ 59 വയസ്സുവരെയുള്ള പ്രായക്കാർ ഇവരുടെ സംഘത്തിലുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരമ്പരാഗത തൊഴിലാണ് കവർച്ച, മോഷണം എന്നൊക്കെ പറയുന്നത്. അത് അവർക്കൊരു തെറ്റല്ല. ഈ പരമ്പരാഗതമായി കൈമാറി വന്ന അറിവുകൾ ഉപയോഗിച്ചാണ് അവർ കവർച്ചകൾ നടത്തുന്നത്. എങ്ങനെ കവർച്ചകൾ നടത്താം, ഏത് രീതിയിൽ നടത്താം, എവിടെ നടത്താം, അത് എപ്പോൾ നടത്താം എന്നൊക്കെയുള്ള അറിവുകൾ ഇവർക്ക് പരമ്പരാഗതമായി ലഭിച്ച ഒരു അറിവുകളാണ്. ഇതുപയോഗിച്ചാണ് അവർ കവർച്ച നടത്തുന്നത്. ഏറെ അപകടകാരികളാണ് എന്ന് പറയേണ്ടതില്ല. കാരണം ഇവർ പകൽ സമയങ്ങളിൽ ഏതാണ്ട് ഈ ആക്രി സാധനങ്ങൾ പെറുക്കിയും അതുപോലെ തന്നെ അമ്മികുത്തുക, അതുപോലെ തുണി സാധനങ്ങൾ വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി വീടാന്തരം കയറി ഇറങ്ങും. അങ്ങനെ കണ്ടെത്തുന്ന വീടുകൾ കൃത്യമായി നിരീക്ഷിക്കും. ആ വീടിൻ്റെ ജനലുകൾ, ആ വീട്ടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, എങ്ങനെ ആ വീട്ടിലേക്ക് കയറാം, അങ്ങനെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി നിരീക്ഷിച്ച് രാത്രി സമയങ്ങളിൽ മാരകായുധങ്ങളുമായി ഈ വീടുകൾ ആക്രമിച്ച് കവർച്ച നടത്തുക എന്നതാണ് അവരുടെ രീതി. ഈ ആക്രമിച്ച് കവർച്ച നടത്തുന്ന സമയത്ത് ആളുകളെ ഇല്ലാതാക്കാൻ പോലും അവർ മടിക്കില്ല എന്നതാണ് ഇവർ അപകടകാരികളാണ് എന്ന് പറയാൻ കാരണം. തുടക്കത്തിൽ ഈ തമിഴ്നാട്ടിലാണ് ഇവർ ഇത്തരത്തിൽ കവർച്ചകൾ നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും ഈ കവർച്ച വ്യാപിപ്പിച്ചു. പാലക്കാട് ജില്ലയിലും പാലക്കാട് അതിർത്തി മേഖലകളിലുമെല്ലാം നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് ഇവർ കവർച്ചകൾ നടത്തിയിട്ടുള്ളത്. 2008 പാലക്കാട് നിന്ന് 10 അംഗ കുറുവ സംഘത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2010 മലപ്പുറത്ത് നിന്നും ഏതാണ്ട് 3 പേരടങ്ങുന്ന സംഘത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെ ജാമ്യത്തിൽ വിട്ട ശേഷം ഇവരുടെ പൊടി പോലും കേരള പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവർ നിലവിൽ കേരളത്തിലടക്കം കവർച്ചകൾ നടത്തിയാൽ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ പോയാണ് ഒളിവിൽ കഴിയുന്നത്. ഏതാണ്ട് ഉത്തരേന്ത്യൻ മാതൃകയിലാണ് തമിഴ്നാട്ടിലെയും തിരുട്ട് ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നത്. തിരുട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും അധികം തിരുട്ട് ഗ്രാമങ്ങളുള്ളത് ഉത്തരേന്ത്യയിലാണ്. ആ ഗ്രാമത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഊരുമൂപ്പൻ അല്ലെങ്കിൽ ഊരിലെ പ്രധാനിക്കായിരിക്കും. ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന തൊഴിൽ തന്നെ കവർച്ചയും അതുപോലെ മോഷണവും മറ്റുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റമല്ല, പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു കാര്യം. അതുപോലെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളും ഒക്കെയായാണ് ഈ ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ളവർ മോഷണത്തിനായി മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പ്രദേശമടക്കം ഈ ഊരുമൂപ്പനുമായി സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത്. ആ പ്രദേശത്തേക്ക് ആ ഗ്രാമത്തിലെ തന്നെ മറ്റുള്ള സംഘങ്ങൾ വരാത്ത രീതിയിലായിരിക്കും അതിൻ്റെ ഊരുമൂപ്പൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ മോഷണത്തിന് പോയി അവിടെ നിന്നും സ്വരൂപിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഈ ഊരുമൂപ്പന് കൈമാറും. ഈ പണം ഉപയോഗിക്കുന്നത് ഈ മോഷണത്തിനിടെ ഒരു പക്ഷേ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടാൽ അതിനുവേണ്ട നിയമ സഹായങ്ങൾക്കും ആ സമയം ഇവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനും വേണ്ടിയായിരിക്കും. ഉത്തരേന്ത്യയിലെ ഇതേ തിരുട്ട് ഗ്രാമങ്ങളുടെ രീതിയിൽ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ അടക്കം തിരുട്ട് ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനി വേർഷനാണ് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളുടെ.